എല്ലാവർക്കും ദൈവം 24 മണിക്കൂറല്ലേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് മാത്രം എന്താ 24 മണിക്കൂർ തികയാത്ത ദൈവമേ എന്ന് ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? എല്ലാ അമ്മമാരും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഞാനും അങ്ങനെ പറയാറുണ്ട്. സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂർ 24 മിനിറ്റ് പോലെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസത്തിലേക്കും നമ്മുടെ വീടിൻ്റെ പണികളും വണ്ടി ഓടിപ്പിച്ച് പഠിക്കലും പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളുടെ സജ്ജീകരണവും കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ശ്രീയാണ്. രാവിലെ ഒരു അരമണിക്കൂർ മുന്നേ എണീറ്റ് കുറച്ച് റിലാക്സായി നമുക്ക് വേണ്ടി കുറച്ച് നേരം ജീവിച്ചിട്ട് ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ ഒന്ന് ആസ്വദിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല കേട്ടോ. കാലത്ത് എണീക്കുക, നേരെ കിച്ചണിലേക്ക് വരിക, പിന്നെ പതിവ് പോലെ ഒരു യന്ത്രം പോലെ ഒരു യാന്ത്രികമായ ജീവിതം മുന്നോട്ട് നീങ്ങുക. അതിപ്പോൾ വീട്ടമ്മമാർ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്ന ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങനെയാണ്. നമുക്ക് വേണ്ടി സമയം കണ്ടെത്തൽ വളരെ കുറവാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കുറുക്ക് വിദ്യകളാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അതായത് സമയം എവിടെയെങ്കിലുമൊക്കെ ലാഭിക്കാൻ പറ്റുമോ എന്നതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറുക്കാണ്. കുറുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കര ഈസിയും സിമ്പിളും ആയിട്ടുള്ളതൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സഞ്ജീവനിയുടെ നവധാന്യപ്പൊടി ചെറു ചൂടുവെള്ളത്തിലൊന്ന് കലക്കി കൊടുക്കും. ഇത് വല്ലപ്പോഴും ഉള്ളൂട്ടാ. ഇഡ്ഡലിയും ദോശയൊക്കെ അപ്പാർട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുന്ന ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. എന്നിട്ട് നമ്മൾ പനം ശർക്കരയോ അല്ലെങ്കിൽ പനം കൽക്കണ്ടോ ഒക്കെ ചേർത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്യിക്കും. നമ്മുടെ ആ തരികളൊക്കെ ഒന്ന് നന്നായിട്ട് അതിൽ അരിയിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നാളികേരം ചിരകിടലാണ് നമ്മുടെ കുറുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര ഹെൽത്തിയാണ്. എന്നോട് എല്ലാവരും ചോദിച്ചില്ലേ ശ്രീ ബ്ലഡ് ലോസ് ഒക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഈ റാഗിയും ഈ വക കുറുക്കുകളൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ തടി വയ്ക്കും നമുക്ക് ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ളവർക്ക്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചോറ് അതിൻ്റെ ഇടയിൽ അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്നുള്ള ചൂട് മുകളിൽ നിന്നുള്ള ചൂടാകുമ്പോൾ ചോറ് പെട്ടെന്ന് തിളച്ച് കിട്ടുമെന്നാണ് പറയുക. അത് ഇതായി വരുമ്പോഴേക്കും ചോറ് പെട്ടെന്ന് തന്നെ തിളക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കും. പിന്നെ കുറച്ച് നാളികേരം കൂടി ഇടും. നാളികേരം ഇപ്പോൾ ഞാൻ നമ്മുടെ ബൗണ്ടി ഉണ്ടാക്കാൻ മേടിച്ച ഡ്രൈ ഈ കോക്കനട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് നല്ല സാധാരണ നമ്മുടെ നാളികേരമാണ് നല്ലത്. അല്ലെങ്കിൽ നാളികേരം പാലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സാധാരണ പശുവും പാലും വേണമെങ്കിൽ അതും ഒഴിച്ച് കുറച്ചും കൂടി ഹെൽത്തി ആക്കാമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാ കമൻറ്റും വരുന്നതാണ് ഈ തെർമൽ കുക്കറിനെ കുറിച്ച്, ഇടിക്കലിനെ കുറിച്ച്, പാത്രങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ ഇന്ന് തെർമൽ കുക്കറിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. കൈരളിയുടെ തെർമൽ കുക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ 2 കിലോ അരി കൊള്ളുമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കത് വലുത് ചെറുത് മീഡിയം എന്നുള്ള അളവിലൊക്കെ കിട്ടും. 2800 രൂപ 1000 രൂപ തൊട്ട് അങ്ങോട്ട് മുകളിലേക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും വലുതാണ് ഉപയോഗിക്കുന്നത്. അത് തലൂർ വീട്ടിൽ ചേട്ടന്മാർക്ക്, ഇവിടെ നമുക്ക് ചേട്ടന്മാർക്കൊക്കെ കൂട്ടാനും ചോറൊക്കെ വെക്കേണ്ട, ഒരുപാട് വെക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലുത് മേടിക്കുന്നത് കേട്ടോ. അരമണിക്കൂറിനുള്ളിൽ സംഭവം സെറ്റായിട്ട് കിട്ടും, ചോറ് സെറ്റായി കിട്ടും. മീനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. ഈ പറഞ്ഞ പോലെ തന്നെ തലേദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുമ്പളങ്ങ ഇട്ട മോരുകറിയും അതുപോലെ തന്നെ ചീര തോരനും മീൻ വറുത്തതാണെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് നല്ല ശുദ്ധമായ പച്ചക്കറികൾ പറിച്ചിട്ട് വരാം. ഇത് കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറയില്ലേ ശ്രീ ചേച്ചി എന്ത് ഭാഗ്യവതി അല്ലെങ്കിൽ ശ്രീ എന്ത് ഭാഗ്യവതിയാണ്. ആ കമൻറ്റ് വായിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു കുറവുകൾ ആ കമൻറ്റുകൾ അങ്ങോട്ട് തീർക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് എന്നോട് പറഞ്ഞു ശ്രീ ഇവിടെ ആകെ കൂടി 2 പച്ചമുളക് നട്ടിട്ടുള്ളൂ, അതും തന്നെ കേടാന്ന്. ഇവിടെയും കേടൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വലുതായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി കളയുന്നു മാത്രം. അപ്പം നമ്മൾ നല്ലൊരു വെള്ളരിക്കയുടെ കുമ്പളങ്ങ പൊട്ടിച്ചുകൊണ്ട് പോയി. ഇവിടെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇതുപോലെ ചക്കയും മാങ്ങയും സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് റിലാക്സ് ആവും. പിന്നെ കിളികളുടെ ശബ്ദവും ആ കാടൊക്കെ കാണുമ്പോൾ ഒരു ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവും കേട്ടോ. ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിലുള്ളതല്ലേ. നമ്മളിങ്ങനെ എഡിറ്റിങ്ങും കുറേ നേരം ഇരിക്കലും ഒക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക എക്സോസ്റ്റഡ് ആവുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഇറക്കി നടക്കും. പിന്നെ ചെടികളുണ്ടല്ലോ, മണിയുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ ശ്രീകുട്ടൻ ഉണ്ടല്ലോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും. ചേച്ചിമാരെങ്ങനെയാണ് വെക്കേഷൻ ചിലവഴിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. മക്കളുടെ ഒപ്പം കൂടുതൽ നമുക്ക് ചേച്ചിമാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇനി അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടന്മാരും ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മൾ ചീര പൊട്ടിച്ചു. ചീര നമ്മുടെ വാഴയുടെ കട നനയ്ക്കുന്ന കാരണം കൊണ്ട് നല്ല ശുദ്ധമായ, നല്ല എപ്പോഴും പറയുന്ന പോലെ മരുന്നടിക്കാത്ത നമ്മുടെ ചീരയുണ്ടായിരുന്നു. അത് പൊട്ടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമുക്ക് അരിഞ്ഞ് നല്ല മോര് കൂട്ടാൻ വെക്കാം. കുമ്പളങ്ങിയിട്ട മോര് കൂട്ടാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, കട്ടിയായിട്ടിരിക്കില്ലേ. കായും ചേനയും ഇടാകുമ്പോൾ കുറച്ചും കൂടി കാളൻ പരുവത്തിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മോര് കൂട്ടാൻ വെക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. പലപ്പോഴും നമ്മൾ അതിൻ്റെ അരി മൂത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ കൂട്ടാൻ വെക്കാറുണ്ട്. പക്ഷെ ഇത് ഇത്തിരി മൂത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ചട്ടി എടുത്തു. അതിലേക്ക് കുനുകുന കഷ്ണങ്ങൾ അരിഞ്ഞിടുക.
അതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഈ നാടൻ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട്ടാലും മതി കേട്ടോ. പൊതുവേ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഇത് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നമ്മുടെ ചീര നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കും കൂടി ചെയ്യാം. ഇവിടെ 3 ആളുള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് കറിയേ വേണ്ടൂ. അപ്പോൾ ചീരപ്പേരി ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. അത് നമുക്ക് മാത്രമേ വേണ്ടൂ, നമ്മൾ 3 ആൾക്കും മാത്രമേ വേണ്ടൂ. പിന്നെ മോര് കൂട്ടാൻ കുറച്ച് അധികം വെച്ചിട്ടുണ്ട്. അത് മൊത്തം നമ്മുടെ കുമ്പളങ്ങി എടുത്തായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ നമുക്ക് കടയിലേക്ക് ചേട്ടന്മാർക്ക് കൊടുത്തു വിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അധികം വെച്ചത് കേട്ടോ. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ അവിടെ കറിയും ചോറൊക്കെ വെക്കുന്നത്. നിങ്ങൾക്കറിയാലോ, പണ്ട് ഞാനാ വെച്ചിരുന്നതെന്ന്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ്. അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പികൾ കാണിച്ചു തരാമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ടൈം അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂർ അങ്ങോട്ട് പോരായിക വരികയാണ്. ഇപ്പോൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും അമ്മയുടെ ചാനലിൻ്റെ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ നേരം നമുക്ക് ഇങ്ങനെ ചെയ്ത പണികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ചീര തോരന വെച്ചിട്ടുള്ളത്, അതോടൊപ്പം തന്നെ മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാറുണ്ട്, അല്ല അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയും കാണാറുണ്ടാവൂല്ലേ. ശ്രീകുട്ടൻ വളരെ നേരം വൈകിട്ടാട്ടെ എനിക്ക് സ്കൂള് തുറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 5:45 ആകുമ്പോൾ എനിക്ക് തുടങ്ങണം. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യം പോലെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ കളരി ക്ലാസ് ഉണ്ട്, എന്നുമില്ല കേട്ടോ, ആഴ്ചയിൽ 2 ദിവസമൊക്കെ. അപ്പോൾ നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അരപ്പിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇടും ഞാനിവിടെ, പിന്നെ ജീരകം, അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് എന്താ പറയുക, അരച്ചെടുക്കാൻ വേണ്ട പോലെ അരച്ചെടുക്കാന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ അരപ്പ് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ചൊരു മോര് പോലെ ആക്കിയത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് കാച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കൂട്ടാൻ റെഡി. അങ്ങനെ മീനും നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് കേൾക്കുന്നത് കേട്ടോ. ഈ ഖസാക്കിൻ്റെ ഇതിഹാസം ഭയങ്കരമായിട്ടുള്ള എല്ലാവർക്കും വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കൃതിയാണെന്ന് കേട്ടിട്ടുണ്ട് ഒ.വി. വിജയൻ്റെ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് എവിടെയെങ്കിലും ഒരു കിളി പോയ അവസ്ഥ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ 2-3 വട്ടം വായിച്ചപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റിയൊരു കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്കിൻ്റെ ഇതിഹാസം എപ്പോഴും കുറച്ചും കൂടി വായിച്ച് തറ ആൾക്കാർക്ക്, അല്ലെങ്കിൽ വായനശീലമായിട്ടുള്ള ആൾക്കാർക്ക് വായിച്ചാലാണ് അതിൻ്റെ ഒരു അന്തർധാരയിലേക്ക് എത്തിച്ചേരുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്നെ ആരും കൊല്ലാൻ വരരുത്. അങ്ങനെ നമ്മൾ മീൻ നന്നാക്കി കുറച്ച് മീൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ മീൻ നന്നാക്കി എടുത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. നമ്മൾ ബസ്സിലാണ് പോണത്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ബസ്സുണ്ട്. അവിടേക്ക് നമ്മൾ പോണതിൻ്റെ കാര്യം, അവിടെ നിന്ന് സൺഷെയ്ഡ് വാർക്കയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സൺഷെയ്ഡ് വാർക്കയാണെന്നുള്ള കാര്യം. അവിടെ എത്തിയപ്പോഴേക്കും വാർക്കയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടന്മാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യം തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. തറക്കെട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കല്ലിടലൊക്കെ അമ്മയുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇവിടെ വിശദീകരിച്ചില്ല, അമ്മയ്ക്ക് വിട്ടുകൊടുത്തു ആ ഒരു പാട്ട്. അപ്പോൾ അമ്മയാണ് കൂടുതലും ചേച്ചിയുടെ അടുത്തേക്ക് അവിടേക്ക് പോകാറുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ തറ കലക്കണതൊക്കെ ഏട്ടായി എനിക്ക് വാട്സപ്പിൽ വീഡിയോ എടുത്തിട്ട് അയച്ചു തരും കേട്ടോ, ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട് പണിയുന്നവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും ഇത് കാണാനും അതുപോലത്തെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടിയിട്ട്. ആ നീല ഷർട്ട് ഇട്ടതാണ് നമ്മുടെ എഞ്ചിനീയർ ചേട്ടൻ. പണിക്കാരനും ആൾ തന്നെ കേട്ടോ, എല്ലാ കാര്യങ്ങളും ആൾ തന്നെ ചെയ്യും. അപ്പോൾ ഒരു 10-15 ദിവസം മുന്നാണ് നമ്മൾ തറകലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അല്ല കേട്ടോ അതിനേക്കാളും കൂടുതലായിരിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ദിവസമായി ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്. എത്ര പെട്ടെന്നാണെന്നറിയോ വീടിൻ്റെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് പോകുന്നത്. മാഷാഅല്ലാഹ് ഇൻഷാഅല്ലാഹ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിങ്ങനെ ദൈവസഹായത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഒരുപാട് പേര് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാണിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിട്ടുപോകാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ തറ കലക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞു. പിന്നെ ചുമരുകെട്ട്, പിന്നെ നമ്മൾ ചുമരിൽ ഹോളോബ്രിക്സിൻ്റെ കട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ നമ്മൾ വെട്ടുകല്ലാണ് ഉപയോഗിച്ചിരുന്നുണ്ടായിരുന്നത്. ഹോളോബ്രിക്സിൻ്റെ കട്ട
കുറച്ച് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ള കാരണം കൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മട ഉണ്ടായിരുന്നു, അതായത് കല്ല് കൊത്തിയെടുക്കുന്ന മട നമുക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ പണിതു. പിന്നെ ഇഷ്ടികൊക്കെ വെച്ച് പണിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. 100 രൂപയൊക്കെയാണ്, അല്ല 10 രൂപ, 12, 13 രൂപയൊക്കെയാണ് ഒരു ചെറിയ കട്ടയ്ക്ക്. അത്ര ഹോളോ ബ്രിക്സിൻ്റെ കട്ടയ്ക്ക് 32, 33 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പണി ഏകദേശം പുരോഗമനിച്ചു കേട്ടോ. ബാക്കിൽ സെപ്റ്റി ടാങ്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് അധികം സ്ഥലം നമ്മൾ വിട്ടിട്ടുണ്ട്. ഒരു നേരമായിട്ടാണ് നമ്മുടെ സ്ഥലം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി പിന്നിലേക്ക് ഇറക്കി നമുക്ക് വീട് പണിയാൻ പറ്റിയില്ല. എന്നാൽ ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫ്രണ്ടിൽ ഉണ്ട് താനും, അത്യാവശ്യം ചെടികളൊക്കെ വെക്കാനുള്ളത്. അങ്ങനെ തറ കലക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ തറ. 2 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകൾ, കിച്ചൺ, പിന്നെ എന്താ പറയുക, വേറെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഞാൻ തുടർന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം എല്ലാതും എന്താണെന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട്, എനിക്ക് വീട് പണിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അങ്ങനെ ഇന്നലെ നമ്മുടെ വീടിൻ്റെ സൺഷെയ്ഡ് വാർക്കും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ജനലും കാര്യങ്ങളെ വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമുക്ക് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, സമയമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനലി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിപാടികൾ കേട്ടോ. അപ്പോൾ വീട് ഇതാ ഇത്രയായിട്ടാ. നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. വീട് ഇത്രയായിട്ടുണ്ട്. പിന്നെ സൺഷെയ്ഡ് വർക്കൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. വിജയേട്ടനെ അറിയുള്ളൂ. അത് സിറ്റ് ഔട്ടല്ലേ വിജയേട്ടാ നമ്മളിപ്പോൾ നിൽക്കണത്, വിജയേട്ടൻ നിൽക്കണത്. ഇത് ഡ്രോയിങ് റൂം. ഇതിലെവിടെ TV വരികയെന്ന് പറഞ്ഞാൽ അവിടെ. ഓക്കെ, അതിനാണ് അവിടെ സ്ഥലം ഇട്ടിട്ട് ഒരു ജനലിട്ട് ഇവിടെ സെറ്റ് എടുക്കൂല്ലേ. ഓക്കെ, കോണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന് നമ്മൾ മേളിലേക്ക് ഒരു റൂമുണ്ട് അല്ലേ. ഇതാണ് മേളിലേക്ക് ഒരു റൂമുണ്ട് കേട്ടോ. ഇതൊരു റൂം അല്ലേ. ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് എത്രയായിട്ടാ സൈസ് വരുന്നത്? 13, 11 മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് നമുക്ക് ഷെൽഫാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഇത് ഷെൽഫ്, ഇത് ഓക്കെ. ഇതാണ് റൂം വരുന്നത്. ഇവിടെ നിങ്ങളുടെ ഓപ്പണിംഗ് ഉണ്ടാ? നമുക്ക് ഇവിടെ ജനല വന്നത്. ഓക്കെ, ഹാളിലേക്കുള്ള ഷോക്കേസ് ഉണ്ട്. ജനലും വാതിലും ഒക്കെ വെച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. വേണ്ട, അവിടെ 3 പാളിയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഞാൻ നമുക്ക് ലോഹ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ നമ്മൾ മേടിച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇനി ഇതിപ്പോൾ സൺഷെയ്ഡ് വർക്ക് കഴിഞ്ഞു. ഇത് എന്തുട്ടാ? ഇത് നമ്മുടെ ഹോളാ, ഡൈനിങ്. ഇതൊരു റൂം അല്ലേ. ഇതും അറ്റാച്ച്ഡ് തന്നെ അല്ലേ. സെയിം നമ്മുടെ ഇതൊക്കെ ഇതാ. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ടല്ലോ ചേട്ടാ. അത് ഒരലമാര, അതിലൊരലമാര വരും. അപ്പോൾ ഓക്കെ, ഇത് ഡ്രസ്സിങ് റൂം പോലെ നിൽക്കൂല്ലോ. അപ്പോൾ ഇതിൻ്റെ കബോർഡ് വരുന്ന സ്ഥലം. കബോർഡിൻ്റെ ഉള്ളിൽ കൂടെ ഇന്ന് മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ക്ലോസ് ആവും. ഇതാണ് നമ്മുടെ കിച്ചൺ കഴിഞ്ഞ് ബാക്കിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല. ബാക്കിലേക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഒക്കെ എടുക്കണം എന്നാണ് പറഞ്ഞു നോക്കുന്നത്. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. അവിടെ ചേട്ടന്മാർ കണ്ട നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിജുവേട്ടൻ സൺഷെയ്ഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുക. ഇവിടെ ഓട്ടകൾ ഇട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഷെൽഫാക്കേണ്ട സ്ഥലങ്ങളാണ്. ഇനി എന്തുണ്ടാവുമെന്ന് പറഞ്ഞു ബിജുവേട്ടാ? അത് മറ്റന്നാ മുകളിലേക്ക് പണിയും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴേക്കും മെയിൻ വർക്ക് ആവൂല്ലേ. ആള് പെട്ടെന്ന് പണി കഴിക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾക്ക് മഴ വരുമ്പോഴേക്കും ആൾ പറയുന്നത് മൊത്തം സ്ട്രക്ചർ കഴിക്കണം എന്നല്ലേ വിചാട്ടാ. മൊത്തം സ്ട്രക്ചർ കഴിഞ്ഞ് പിന്നെ നമ്മൾ തേപ്പിലേക്ക് പോകണം. ഹോളുകൾ അല്ലേ ഇത്. ഓക്കെ, മുകളിലേക്ക് അല്ലേ. ഭംഗി പണികളാണ് അതൊക്കെ അല്ലേ. ഇനി ഇത് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ ഫുൾ സ്ട്രക്ചർ കഴിയണല്ലോ ചേട്ടാ.
മോളിലെത്തുമ്പോഴേ ബാക്കി പരിപാടികളുള്ള ചേട്ടൻ പോകാൻ നിൽക്കാം. ഇനി നമുക്ക് ഏട്ടായി വന്നിട്ട് ബാക്കി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കിതിൻ്റെ ആധികാരികമായിട്ടൊന്നും അറിയാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വീട് എന്ന് പറയുന്നത് വലിയൊരു സ്വപ്ന. ഇപ്പോൾ ചേച്ചീനെ ഏട്ടായിനും ഇവൻ അതിനേക്കാൾ ഉപരി എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് ഒരു വീട് എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സ്വപ്ന. ശ്രീകുട്ടൻ പറയുമ്പോൾ ദൈവം ആ കുഞ്ഞ് വീട് നിന്ന സ്ഥലത്താണോ അമ്മ ഇത്ര വലിയ വീട് വന്നേന്ന്. അതിനേക്കാൾ ഉപരി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ശ്രീകുട്ടനും കുഞ്ഞനും കേട്ടോ. കുഞ്ഞൻ കുറച്ചും കൂടി എക്സ്പ്രസീവ് അല്ല, ശ്രീകുട്ടൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ ആളുടെ മുഖത്തുള്ള സന്തോഷം, ചേച്ചിയമ്മയ്ക്കൊരു വീടുണ്ടാവാൻ പോകല്ലേ എന്നുള്ള സന്തോഷം, അച്ഛനും അമ്മയും നമ്മുടെ ഇവിടെ ഒല്ലൂരത്തെ കൊച്ചമണി അമ്മയും ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വീടിന് തന്ന സപ്പോർട്ട് നിങ്ങൾ ചേച്ചിയുടെ വീടിന് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഇനിയിപ്പോൾ വിഷു അല്ല വരാൻ പോണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തായാലും ഈസ്റ്റർ നമുക്ക് വലിയ കാര്യമായിട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. നോമ്പൊക്കെ എടുക്കണം, ഒരു 2-3 ദിവസം നോമ്പ് എടുക്കണം. അപ്പോൾ അത് അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചു എൻ്റെ അടുത്ത്, നോമ്പ് എടുക്കണില്ലേ ശ്രീന്ന്. നോമ്പ് എടുക്കണം. അപ്പോൾ നമ്മളിന്ന് കിച്ചണിൽ നിന്നാണ് നമ്മുടെ ക്ലീനിങ് പരിപാടികൾ തുടങ്ങുന്നത്, അതായത് നമ്മുടെ വിഷു ക്ലീനിങ് പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഏരിയ നമ്മൾ വീട് വെച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ്, ഞാൻ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, കുറച്ച് യൂസ് ചെയ്യാത്ത കപ്പും സോസറുകളൊക്കെ ഉണ്ട്, അത് കുറച്ചും കൂടി മുകളിലത്തെ തട്ടിലേക്ക് വെച്ചിട്ട് താഴത്തെ ലൈനിൽ എനിക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ചെടി അപ്പുറത്ത് നിർബന്ധമാട്ടോ. അത് കാരണം കൊണ്ട് ലൈവ് പ്ലാന്റുകൾ വെക്കുമ്പോൾ ചൂട് തട്ടിയിട്ട് അവർക്ക് സങ്കടം വരണു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആകുമ്പോൾ പിന്നെ ജീവനില്ലാത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവരെ വെക്കാൻ വേണ്ടിയിട്ട്. ചെടി വാടുന്നതൊക്കെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. അതായത് 300-400 രൂപ കൊടുത്താലാണ് ഇങ്ങനത്തെയൊക്കെ കിട്ടുള്ളൂ. പക്ഷേ മീഷോന്ന് നമ്മൾ കുറച്ച് റിവ്യൂസൊക്കെ നോക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ സാധനം നമുക്ക് ഓഫ്ലൈനിൽ മേടിക്കുമ്പോൾ ഭയങ്കര പൈസയാണ്, ഓൺലൈനിൽ മേടിക്കുമ്പോഴാണ് കുറച്ചും കൂടി ലാഭമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മീഷോന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നിന്ന് മീഷോയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കിട്ടും. ഇതൊരു ചട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ്, ചെറിയൊരു വൈറ്റ് ചട്ടിയിട്ടാ. ഇതുപോലത്തെ ഒരു ചേമ്പുണ്ട്, ഒരു കുളക്കേശി ഉണ്ട് നമ്മുടെ ഇവിടെ, നമ്മുടെ നാട്ടിൻപുറത്തുകളൊക്കെ ധാരാളം കാണാൻ പറ്റും. അതിൻ്റെ ഒരു കുഞ്ഞ് മിനിയേച്ചർ വേർഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ സാധാരണ നമ്മുടെ സെറാമിക്കിൻ്റെ പോട്ടുകൾ മേടിച്ചിട്ട് അതിൽ ഇതുപോലത്തെ പ്ലാന്റ്, ഇതിന് ഒരെണ്ണത്തിന് 60 രൂപ 70 രൂപയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഒരു തണ്ടിന് അങ്ങനെ 2 തണ്ട് മേടിച്ച് 120 രൂപ മേടിച്ച് അതിൽ മെറ്റലിട്ട് ഫില്ല് ചെയ്ത് അതിനൊരു ചെടിയുടെ രൂപത്തിലാക്കി എടുക്കുക ചെയ്യുക. ഇനി ആ മെറ്റൽ കാണാണ്ടിരിക്കാനായിട്ട് കുറച്ചും കൂടി നാച്ചുറലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വെള്ളാരങ്കല്ലുകളുണ്ടല്ലോ, ഈ സ്റ്റോണുകളുണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്യും. ഏത് കളർ വേണമെങ്കിലും സ്റ്റോണുകൾ ഇപ്പോൾ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ മണ്ണുത്തിയിൽ നിന്ന് നമ്മുടെ റോക്ക് സ്റ്റോണിൽ നിന്ന് കുറേ കളറുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കുറച്ചും കൂടി വലിയ പ്ലാന്റാണ്, ഇത് മീഷോന്ന് മേടിച്ചത് തന്നെയാണ് നമ്മൾ. ഈ വലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും ഇലകളൊക്കെ. അത് നമ്മൾ ഇലകൾ സെറ്റ് ചെയ്യണം, പിന്നെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇലകളൊക്കെ വെച്ചിട്ട്. ഇതിനും 1000-900 രൂപയാണ് നമുക്ക് ഒരു ചട്ടിയിൽ സെറ്റ് ചെയ്തിട്ട് കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ വരുന്നത്. ഇതിന് ഇപ്പോൾ 300-350 രൂപ, ചിലപ്പോൾ 450 രൂപ വരെ വരുന്നുള്ളൂ കേട്ടോ ചില ചെടികൾക്ക്. അപ്പോൾ ഇത് 2 തരത്തിലുള്ള ഇലകൾ അതുമുണ്ട്, തളിരിലകളും നല്ല മൂത്ത ഇലകളും ഉണ്ട്. അത്രയും പെർഫെക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിത് ഈ പറഞ്ഞ പോലെ തന്നെ വാടില്ല, വെള്ളം ഒഴിക്കേണ്ട, അന്ന് നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ആർക്കും, പ്ലാസ്റ്റിക്കാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ഇതുമൊരു ഫെയറി ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി കളർഫുൾ ആക്കണമെങ്കിലോ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്പാണ്ട് പറ്റിയില്ല. അത് കാരണം കൊണ്ടാണ് ഞാനത് മേടിച്ചത് കേട്ടോ. എൻ്റെ കയ്യിൽ ധാരാളം മറ്റേ ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ധാരാളം ഒന്നുമില്ല, കുറച്ച്. എനിക്ക് പോത്തോസുകളാണ് കൂടുതൽ താല്പര്യം കേട്ടോ. പ്ലാസ്റ്റിക് പോലെ തോന്നുമെങ്കിലും ഇത് ഒറിജിനലാണ്. ഇതിൻ്റെ അത് ഒറിജിനൽ അല്ലേ? പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിക്കുമെങ്കിലും അത് ഒറിജിനൽ ആണെന്ന്. ഇതിങ്ങനെ വളർത്താൻ വേണ്ടി ഇട്ടേക്കാട്ടോ. ഇങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ പൊട്ടിച്ച് വേറെ ഇത് വിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഞാനിത് വളർത്തുകയാണ്, ഇങ്ങനെ ഒരു ആർച്ച് പോലെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുണ്ട്. പിന്നെ നമ്മുടെ ഒരു ആനക്കുട്ടനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എൻ്റെ പല വീഡിയോസിലും കാണാറുണ്ടായിരിക്കും ഇവനെ.
ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറെ ഉണ്ട്. നിങ്ങൾ പോയി മേടിച്ചോളൂ കേട്ടോ. ശ്രീകുട്ടനെ ഫ്രീ ആയിട്ട് കൊടുത്താൽ മതി. ശ്രീകുട്ടനോടുള്ള ഇഷ്ടം കാരണം. പിന്നെ ഇത് നമ്മൾ ഇത് ചെയ്യണം, ഒരു ചട്ടിയിലേക്ക് ഇങ്ങനെ തന്നെ ഇറക്കി വെച്ച് നോക്കാം. ചെടികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ യൂഷ്വലായിട്ടും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഡിയ ഇല്ലാത്തവർ ആദ്യമായിട്ടാണ് വളർത്താൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിചയം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ പോത്തോസാണ്. ഇത് ഈ ബുദ്ധനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ശ്രീ എവിടുന്ന ഈ ബുദ്ധനെ മേടിച്ചത്, ശ്രീ ഈ ബുദ്ധനെ മേടിച്ചത് എവിടുന്നെന്ന് പറയുന്നത്. ഈ ബുദ്ധൻ എനിക്ക് എൻ്റെ അമ്മായിയുടെ മകള് ഹൗസ്മാവിൻ്റെ അന്ന് വാവച്ചേച്ചി ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്നും കാലത്ത് ബുദ്ധനെ കാണുമ്പോൾ വാവച്ചേച്ചി നോക്കും. ബുദ്ധനിലത്തെ ചേച്ചി തന്ന ചെടികൾ തന്നെയാണിത്, ഗോൾഡൻ പാത്തോസ്. ശ്രീകുട്ടൻ വളർന്നു വരും തോറും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കളക്ഷൻ. ആള് കണ്ട നല്ല ഭംഗിയിൽ വളർന്നു വരുന്നുണ്ട്. ഇതിലിങ്ങനെ ചെട്ടിയിലാക്കി വെച്ച് നോക്കാട്ടോ. ഇത് വലുതാകുമ്പോൾ ഇങ്ങനെ വെട്ടി നമ്മൾ വേറെ വേറെ നട്ട് നമ്മളിപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുറിക്കാമെന്ന് വിചാരിക്കാം. ഞാനിങ്ങനെ ഈ ഒരു കഷ്ണം അങ്ങനെ മുറിച്ചു എന്ന് വിചാരിക്കാം. അത് നമ്മൾ ഇപ്പുറത്ത് നടുക. അപ്പോൾ ഇവനും വലുതായി വരും. ഇപ്പം നമ്മൾ മുറിച്ചോടത്തുനിന്ന് വേറെ 2 ബ്രാഞ്ചായിട്ട് വരും. അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കൂട്ടാ. കണ്ട, ഇതിലെനിക്ക് ചേച്ചി തന്ന ഒരു മണി പ്ലാന്റ് ഉണ്ട്. പക്ഷേ അങ്ങനെ പിരിഞ്ഞ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് പിരിഞ്ഞൊന്നും ഉണ്ടാവണമെന്നില്ല. അത് അകത്തിരിക്കുന്ന കാരണം കൊണ്ട് പുറത്തിരിക്കുന്ന കാരണം കൊണ്ട് വേറെ ഇതിലാ വളരാന്ന് തോന്നുന്നു കേട്ടോ. ചെടികളും എന്തെങ്കിലും പണികൾ ചെയ്ത് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഒരുപാട് പോകുന്നൊരു പരിപാടിയാണ്. മാത്രമല്ല അത് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു തെറാപ്പിക് ഇഫക്റ്റാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് സ്പ്രേ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഗോൾഡനും സിൽവറും ഒക്കെ ആക്കിയെടുക്കും. ഇതൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്ന ചെടിയായിരുന്നു കേട്ടോ. അതാകെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഈ പെയിൻറ്റ് പുറത്തിരുന്ന് മഴ കൊണ്ട കാരണം കൊണ്ട് അത് മാത്രം ഫെയ്ഡായിട്ട് പോയി. പിന്നെ ഇതുപോലത്തെ ചട്ടികൾ, ഇതൊക്കെ സെറാമിക്കിൻ്റെ ചട്ടികളാണ് കേട്ടോ. ഇതിൽ എനിക്ക് ജനലേമ വയ്ക്കുന്ന പരിപാടി ഇഷ്ടമില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ വീണ്ടും ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പാക്കിങ്ങൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടുക. ഇതിൻ്റെ ലിങ്ക് ട്രീയിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷെ നിങ്ങൾ മീഷോയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുരുണ്ട് വന്ന കാരണം കൊണ്ട് ഈ ചെടി മൊത്തത്തിൽ ചുരുണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതിനും 10-250 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് ചെട്ടിയിൽ വെച്ചിട്ട് വീടിൻ്റെ കോർണറിലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് വെക്കാൻ പോകുന്നത് വേറൊരു സ്ഥലത്താണ്. അവിടുത്തെ ചെടികൾ മൊത്തത്തിൽ ഒന്ന് എന്താ പറയുക ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത് മാറ്റി ഇതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ വെച്ചിട്ട് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാവരും മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തളിരിലകൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടി അടിക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട്, പിന്നെ അടിക്ക് വരുമ്പോൾ നല്ല ഡാർക്കായിട്ട്. ഇത് കണ്ടാൽ പറയില്ല നമ്മുടെ ഒരു ചെടിയല്ല എന്നുള്ള കാര്യം. ഇങ്ങനത്തെ ചെടികൾ ഉണ്ടല്ലോ നമുക്ക് വലിയ പ്ലാന്റുകൾ ഉണ്ടല്ലോ, ഫിലാഡൻഡ്രോൺ പോലത്തെ പ്ലാന്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇനി ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ഇത് വേറൊരു മഞ്ഞയും പച്ചയും കലർന്നതാണ്. ഇതിലത്തെ എക്സാക്ട് കളറൊന്നുമല്ല കേട്ടോ. കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഉണ്ട് നേരിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഒന്ന് എന്താ പറയുക ഒരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് ചട്ടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സെറാമിക്കിൻ്റെ ചട്ടികളിൽ ഇതുപോലെ തന്നെ മെറ്റൽ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നേരത്തെ പെയിൻ്റ് അടിച്ചില്ലേ നമ്മുടെ പോട്ട്, അതാണ്. വേറെ ഒരെണ്ണത്തിനും കൂടി പോയി പെയിൻ്റ് അടിച്ചു കൊണ്ടുവന്നു. ഇത് നമ്മൾ വീട്ടിലെന്തെങ്കിലും പൂച്ചയൊക്കെ കഴിക്കുമ്പോൾ കലശക്കുടം എന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിക്കും കേട്ടോ. അത് നമുക്കൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ വെക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇതെനിക്ക് നമ്മുടെ എഞ്ചിനീയർ ചേട്ടൻ വിപിൻ ചേട്ടൻ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അതിൻ്റെ അടിയിലത്തെ തട്ട് പൊളിഞ്ഞു പോയി. വെള്ളം ഒഴിച്ചിട്ടായിരിക്കാം വേറെ ലൈവ് പ്ലാന്റ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മെറ്റലും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പണ്ട് നമ്മൾ ചെയ്തതൊക്കെ. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ഇതുപോലെ ഇങ്ങനെ അടർന്നിങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ലൈവ് പ്ലാന്റ് വെക്കണില്ല, ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ എന്താ പറയുക, എനിക്ക് ലൈവ് പ്ലാന്റുകളോട് കുറച്ച് ഇഷ്ടമുള്ള കാരണം ലൈവ് പ്ലാന്റ് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളൂ. പിന്നെ ഫൈനലി ആൾ പറഞ്ഞ പോലെ തന്നെ 2 വർഷങ്ങൾക്ക് ശേഷം 2 വർഷം നമ്മൾ ലൈവ് പ്ലാന്റ് വെച്ച് നോക്കി. പിന്നെ ഇപ്പോൾ ഫൈനലി ആർട്ടിഫിഷ്യൽ പ്ലാന്റിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, തപ്പാന്ന് പറയില്ലേ, അതുപോലെ തന്നെ കേട്ടാ. ഇതിന് പിന്നെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണില്ലേ. അതവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഒറിജിനൽ പ്ലാന്റ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ. നമ്മൾ പറയണം ആരുടെങ്കിലും എടുത്ത് അത് പ്ലാസ്റ്റിക് ആണ് എന്നുള്ള കാര്യം. പിന്നെ നമുക്കിവിടെ ഒരു 5-6 ചെട്ടി ആന്തൂറിയുണ്ട്. അതിൽ പല കളറുകളുണ്ട്. ശ്രീകുട്ടൻ ഇതുപോലെ തന്നെ മെറ്റൽ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു മെറ്റൽ
റിയൽ ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാച്ചുറൽ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ടും ഈ പെബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. കടി വേണം മരുന്ന് അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ പ്രയാണം അവസാനിച്ചിരിക്കുകയാണ്. കിച്ചണൊക്കെ വെടുപ്പാക്കി വൃത്തിയാക്കി ചെടിച്ചട്ടികളൊക്കെ സെറ്റാക്കി കിച്ചണിലെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചാനലിൻ്റെ ഭാഗമായിട്ട് വൃത്തിയാക്കൽ നിങ്ങളെ കാണിക്കാൻ, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരോട് കിച്ചണൊക്കെ വൃത്തിയായിട്ട് കിടക്കൂട്ടോ. അതിന് ശ്രീകുട്ടൻ്റെ കൂടെയുള്ള സമയമാണ് ബാക്കി. കുളിക്കാൻ പോവുകയാണ്. നല്ല ഇല്ല കല്ലിട്ടിട്ടില്ല, തിരിഞ്ഞു നോട്ടാ, കല്ലിടാൻ പോവാട്ടാ. ആ ഇട്ടു കണ്ടുപിടിച്ചോ? കിട്ടിയാ? ഇല്ല വിട്ടുണ്ടായില്. ആളുടെ ഒഴിവു സമയം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കളിക്കാൻ വലിയ കൂട്ടുകാരൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടും വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഭാഗ്യം എങ്ങോട്ടും വിടില്ലാത്ത കാരണം കൊണ്ടും കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലുതാവുമ്പോൾ അവൻ ചിലപ്പോൾ പരാതി പറയായിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് പറ്റാവുന്ന സമയങ്ങളൊക്കെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ രണ്ടാളും ഷട്ടിലും കോക്കും കളിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നേരം കിടന്ന് കുത്തി മറിയും, ഈ കല്ലൊക്കെ എറിഞ്ഞ്. പിന്നെ സ്കൂളിൽ പോകാത്ത സമയം മാത്രമാണ് ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം തികഞ്ഞ് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. അതിലത്തെ ഒരു കുറവാണിത്. വീണ്ടും എടുത്തോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് സന്ധ്യയായത്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിയപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൊണ്ടൊരു റൈഡിന് പോകാമെന്ന്. ഞാൻ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വണ്ടി ഞാൻ പറഞ്ഞില്ലേ കുറേ നാളായിട്ട് ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നിങ്ങളെയും കൊണ്ട് ഒരു റൈഡിന് പോവാട്ടോ വിത്ത് ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ്റെ ഒരു സർപ്രൈസ് ശ്രീകുട്ടൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. ശ്രീകുട്ടൻ പൊളിച്ചു നോക്കട്ടെ. ശ്രീകുട്ടൻ്റെ സർപ്രൈസ് അത്ഭുതം കാണിക്കായിരിക്കും നോക്കിട്ട്. തുറന്നു നോക്ക്. ഡ്രസ് അതാ മോന്റെ ഭാഗത്തിനാണ് മേടിച്ചേ. ഷൈനിയായിട്ടുള്ളത് ശ്രീകുട്ടന്റെ കാണിച്ചു കൊടുക്ക ചേച്ചിമാർക്കൊക്കെ. ഇങ്ങനെ ഓ മൈ ഗോഡ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അമ്മക്ക് ഇത് മതിയായിരുന്നു മണിയാ. അമ്മക്ക് അത് പാകാവുള്ളൂ. അമ്മക്ക് ചൈൽഡ് ഉണ്ട്. അമ്മ വലുത് അമ്മക്ക് ഭയങ്കര ഇതാ. എനിക്ക് തോന്നുന്നു ഇത്ര ശരിയാക്കി ഭയങ്കര ലൂസാകണ്ട. കണ്ടാ വേറൊരു സമ്മാനം കൂടി ഉണ്ട് ശ്രീകുട്ടന്. എനിക്കാണോ അല്ലെങ്കിൽ അമ്മയ്ക്കാണോ? കണ്ണാടി ബോക്സാ കണ്ണാടി. അതിലെ അമ്മ വെച്ചു സൂപ്പറായി. അമ്മക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അമ്മക്ക് ഈ പിള്ളേരെ മാത്രം ചേരുന്നുള്ള ഇങ്ങനെ എല്ലാ കുട്ടികളുടെ ചേരുള്ളൂ. എനിക്ക് ഡ്രസ് എടുക്കാൻ പോയാൽ യൂവി പ്രൊട്ടക്ഷൻ ആട്ടാ വേണ്ട. കണ്ണാടി കണ്ണിലേക്ക് കൂട്ടി കൊണ്ടിരിക്കാനും സൺഗ്ലാസ് വേണത്. ഭയങ്കര വലിയ പൊട്ടിക്കരുത് കേട്ടാ.
ഭാഗ്യം കെട്ടി തന്നതാണ് കേട്ടോ. കുഞ്ഞ് കാർ ഷെഡ് പോലൊരു കുഞ്ഞ് ബൈക്ക് ഷെഡ്. കാർ ഷെഡ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ല. കാർ ഷെഡിന് ഉണ്ടാക്കണം. അപ്പോൾ മുറ്റത്തിൻ്റെ പണികൾ തുടങ്ങുമ്പോൾ അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഭയങ്കര ആഗ്രഹത്തോടും പ്രൗഡോടും കൂടി കാണിക്കുന്നു. എൻ്റെ ലൈസൻസ്, കാറിൻ്റെ ലൈസൻസ് കൂടി ഉണ്ട് കേട്ടോ. 2018 17 എടുത്ത് വെച്ചതാണ്. പക്ഷേ അതാ 24 അത് ഉപയോഗിക്കാൻ പറ്റണത്. ഇപ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്തേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വല്ല പോലീസ് എങ്ങാനും പിടിച്ചാലോ എന്ന് വിചാരിച്ച് അതും കൂടി സെറ്റാക്കിയിട്ടാണ് പോണത്. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല വണ്ടി ഓടിച്ച്. ഞാൻ അത്ര പ്രോ ഡ്രൈവറൊന്നുമല്ല. പിന്നെ നമ്മളുടെ ആ പഴയ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് വണ്ടി ഓടിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് മാനസിക ടെൻഷൻസും ഒക്കെ ഉണ്ട്. കാരണം മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ട്. അത് കാരണം കൊണ്ടേ കണ്ണാടി അടിപൊളിയാ. കണ്ണാടി അടിപൊളിയല്ലേ? കണ്ണാടി സൂപ്പറാ. അമ്മ കണ്ണാടി എടുക്കാൻ മറന്ന, അല്ലെങ്കിൽ അമ്മ വെച്ചെന്ന് പറഞ്ഞ സ്റ്റൈലിൽ ഇത് വെക്കണ്ട. അത് കുഞ്ഞു കണ്ണാടിയാ. നിക്ക് അമ്മ അല്ല ഇങ്ങനെയൊക്കെ വണ്ടി ഓടിപ്പിക്കാൻ എന്റെ കൂടെ കണ്ണാടിയും കൂടി. അപ്പോൾ പോയിട്ട് വരാട്ടാ. താഴത്ത് കൂടെ അങ്ങനെ നിനക്ക് ശ്രീകുട്ടനെ കൊണ്ടുപോകണില്ല. ശ്രീകുട്ടൻ ഒരു റൗണ്ട് പോയിട്ട് കൊണ്ടുപോകാം. പിന്നെ എനിക്ക് താങ്ങും തണലായിട്ട് ശ്രീകുട്ടനുണ്ട് കേട്ടാ. ശ്രീകുട്ടനാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ബലം എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കിൽ നമുക്ക് അമ്മ ചെയ്യമ്മ എന്ന് പറയാനൊരായിട്ട് ആളുള്ളത്. ഭാഗ്യം പറയില്ല, ഭാഗ്യന് ഭയങ്കര പേടിയാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ശ്രീകുട്ടനെയും വെച്ച് ആദ്യമായിട്ടാണ് വണ്ടിയുമ്മ കയറാൻ പോകുന്നത് കേട്ടോ. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഓടിപ്പിക്കും. അത്ര വലിയ കാര്യമൊന്നുമല്ല ഈ വണ്ടി എടുക്കുന്നത്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു ചുവടുവയ്പ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടി നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പുതിയൊരു തലത്തിലേക്ക് എത്തുന്നു. അമ്മരവിടെ വണ്ടി മാറിയിട്ട് ശ്രീകുട്ട അമ്മരവിടെ വണ്ടി മേറിയതാട്ടാ. നല്ല മരൊട്ടിച്ചാല് വരെ എത്തി. ഇവിടെ നിന്ന് ഞങ്ങളുടെ വിശാലമായ കാട് കാണാം. കാരണം ഷൂട്ട് ചെയ്യുന്നത് ശ്രീകുട്ടനാണ്. വണ്ടിയാണ് അമ്മയാണ് വണ്ടി ഓടിക്കണേ. അത് കാരണമാണ് അളക്കണേ. ഈ കുറച്ച് നാളുള്ള ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്തിൽ ഇതൊക്കെയാണ് കേട്ടോ ഒരു സന്തോഷമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊപ്പം അതൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം. ഭയങ്കര സന്തോഷം ഉണ്ടാവും നമുക്ക്. ഇതാണ് നമ്മുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മല. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മല ഇതാണ് കേട്ടോ. ഇനി കുത്ത് കാണിച്ചു തരാം. നമ്മൾ ഇതാണ് ചിറ. കുത്തിൻ്റെ അതിലേ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു ക്ലാരിറ്റി കുറവും അതുപോലെ തന്നെ ഒരു ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് നമ്മൾ നടന്ന് നമ്മൾ യാത്ര ചെയ്ത് ഷൂട്ട് ചെയ്ത കാരണം കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.